ഇന്നത്തെ ഒരു വീഡിയോയും ഒരു യാത്രാ വീഡിയോ കേട്ടോ. പക്ഷെ എങ്ങോട്ടുള്ള യാത്രയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടുള്ള യാത്രയാണെന്ന്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല, എനിക്കറിയാം. കാരണമേ ഒരു മിന്നായം പോലെ ആ ബോർഡ് നിങ്ങൾ കണ്ടത്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത, ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ കണ്ടിട്ടും ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഭാഗം എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ലെന്നേ. എന്നാ ഭംഗിയാണെന്നറിയോ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട്. ഇത് മെയിനായിട്ടും ഒത്തിരി ആൾക്കാർ പോകാത്തൊരു സ്ഥലമാണ്. ഈ റൂട്ട് കണ്ടാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് മനസ്സിലാകാൻ വഴിയില്ല. ഈ വണ്ടിയുടെയൊക്കെ രജിസ്ട്രേഷൻ കണ്ടോ, DD എന്ന് വെച്ചാൽ ഡെറാഡൂൺ. ഇപ്പം മനസ്സിലായി എങ്ങോട്ടാന്ന്. പെണ്ണുങ്ങളധികം പോയിട്ടില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഇനി അധികം വളച്ചു കേട്ടിട്ടുണ്ടല്ലേ. ശബരിമലയ്ക്ക് 36 കിലോമീറ്റർ നമ്മുടെ ബോർഡ് കണ്ടില്ലേ. അതെ, ഞാൻ ശബരിമലയ്ക്ക് പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനത്തെ ദൈവകോപമൊന്നും ഞാൻ വരുത്തി വെക്കത്തില്ല. കാരണം എനിക്ക് പോകാൻ പറ്റുന്ന പ്രായമൊന്നും അല്ലല്ലോ, എനിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ആ പോകുന്ന റൂട്ടിൽ കൂടെ പോകാമല്ലോ. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല പോകുന്നത് കേട്ടോ. ഈ റൂട്ടിൽ കൂടെ എനിക്കൊന്ന് 3ാമത്തെ പ്രാവശ്യം ഞാനിങ്ങനെ ഈ റൂട്ടിൽ പോകുന്നത്. എന്ത് ഭംഗിയുള്ള റൂട്ടല്ലേ എന്ന് കരുതി ആ റൂട്ടിൽ കൂടെ നമുക്ക് പോകത്തില്ലെന്നൊന്നുമില്ല. അങ്ങ് പമ്പ വരെ പോകും. അവിടെ വരെ വനിതാ പോലീസ് ഓഫീസേഴ്സൊക്കെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് ആ പാലത്തിനപ്പുറത്തോട്ടാണ് നമുക്ക് പോകത്തില്ലാത്ത, ഐ മീൻ സ്ത്രീകൾക്ക് പോകത്തില്ലാത്ത. അങ്ങോട്ട് പാലത്തിൻ്റെ അപ്പുറം തൊട്ട് അവരുടെ പുണ്യ സ്ഥലങ്ങളാണ്. അവർ പ്രാർത്ഥിക്കുന്ന, അവർ ഭയങ്കര വിശ്വാസത്തോടെ നമ്മുടെ സഹോദരങ്ങളെ കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അമ്മാതിരി പാവമൊന്നും ഞാൻ ചെയ്ത് വെക്കുകയല്ലോ. പക്ഷെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അതല്ലേ ഞാൻ പോയത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ പോയ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് ഈ ശബരിമലയ്ക്ക് പോയ റൂട്ടാണ് കേട്ടോ. ഞാൻ ശബരിമലയെന്ന് പറയുന്നില്ല കേട്ടോ, പമ്പയ്ക്ക് പോയ റൂട്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേകതയല്ലേ. എന്ത് ഭംഗിയാണ് ആ വനവും ആ അന്തരീക്ഷമൊക്കെ കാണാൻ. ഇതിനു മുമ്പത്തെ 2 പ്രാവശ്യം പോയപ്പോഴും ഒരു തിരക്കും ഇല്ലായിരുന്നു. ഞാൻ ഒരു മനുഷ്യരും ഒരു വണ്ടി പോലും ആ റൂട്ടിലോട്ടില്ലായിരുന്നേ. കാരണം സീസൺ ടൈം ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യവും മലയാള സമയമൊന്നുമല്ല. പക്ഷേ ഇത് മലയാള മാസം 1-ാം തീയതി, ഞങ്ങൾ 31-ാം തീയതിയാണ് പോയത്, ജൂലൈ. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഓഗസ്റ്റ് അല്ല, സോറി, ഈ മലയാള മാസം ഉണ്ടല്ലോ, ജൂലൈ ഓഗസ്റ്റ് അല്ല, സോറി, ശരിയാ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണ്. ഈ മലയാള മാസം 1-ാം തീയതി നട തുറക്കുമല്ലോ. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി ആൾക്കാർ മലയ്ക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മലയാളികളെക്കാളും കൂടുതൽ കണ്ടേക്കുന്നത് നമ്മുടെ ആന്ധ്ര, തമിഴ്, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ആന്ധ്രയിൽ നിന്നുള്ള കന്നഡക്കാർ ഒക്കെയുള്ള വണ്ടിയുടെ രജിസ്ട്രേഷനാണ് കേട്ടോ. ഒരുമാതിരി നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റി. തിരക്കില്ലാത്തവ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അല്ലെങ്കിലും ഭംഗിക്ക് കുറവൊന്നുമില്ല. ബോർഡൊക്കെ കണ്ടില്ലേ, ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവർക്ക് ആ സൈഡ്, അതല്ലാതെ കാഞ്ഞിരപ്പള്ളി എരുമേലിയൊക്കെ കൂടി വരുന്നവർക്ക് ഈ സൈഡിൽ കൂടെ റോഡ് ബോർഡ് കണ്ടില്ലേ. നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അയ്യോ എന്ത് പറയേണ്ടത്. ഇത് കണ്ടോ, ഫോറസ്റ്റ് ഡിവിഷൻ എന്നൊക്കെ, ഒരു ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇന്നാളത്തെ മഴവെള്ളമല്ല, സോറി, ആ മഴ പ്രശ്നമില്ലായിരുന്നോ, മറ്റേ എന്തോ ഭയങ്കരമായിട്ട് വെള്ളം കയറിയതൊക്കെ ആ സമയത്താണ് കേട്ടോ. അന്ന് ഭയങ്കര നാശനഷ്ടമായിരുന്നു ഈ റൂട്ടിലൊക്കെ. ആ പുഴയുടെ സൈഡിൽ കൂടെ എല്ലാം ഭയങ്കരമായിട്ട് വെള്ളമെല്ലാം കയറി ഒഴുകി അങ്ങനെ. പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രശ്നവുമില്ല. മഴയായിരുന്നു. ചില സ്ഥലത്തൂടെ പോകുമ്പോൾ, ഈ സ്ഥലമൊക്കെ കാണുമ്പം ഒരു മഴയില്ല. കുറച്ചുകൂടെ വനത്തിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ മഴയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ, പിന്നെ കുറച്ച് കഴിയുമ്പം തൂളൽ മഴ, അങ്ങനെ. പക്ഷെ ഒരു വല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതിനു മുമ്പ് പല കാട്ടുപ്രദേശങ്ങളിൽ കൂടെ പോയെങ്കിലും എന്ത് മനോഹരമായൊരു സ്ഥലമല്ലേ. ഞാൻ വിചാരിക്കുമായിരുന്നു ഇപ്പോഴല്ലേ ഇത്രയും വണ്ടിക്കൊക്കെ ആൾക്കാർ പോകുന്നത്. പണ്ട് ശരിക്കും മലയ്ക്ക് ഞാനൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ അടുത്തൊക്കെയുള്ള അമ്മൂമാരൊക്കെ പറയുന്നത് നടന്നായിരുന്നു പോകുന്നത്. ഞാൻ വനത്തിൽ കൂടെ തന്നെ. എന്ത് കഷ്ടമായിരിക്കും അല്ലേ, എന്തോരം അവർ കഷ്ടപ്പാട് സഹിച്ചാൽ പോയെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ഇതാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ഈ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് പാസ്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും നമ്മുടെ വണ്ടി അവർ തടഞ്ഞു നിർത്തി നമുക്ക് പാസ് എടുത്തിട്ട് വേണം പോകാൻ. നമ്മളും പാസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകാം. എനിക്കൊന്ന് മലയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ, ശബരിമലയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നിലയ്ക്കൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. വലിയ വണ്ടികളൊക്കെ നിലയ്ക്കൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് KSRTCയുടെ ഷട്ടിൽ ബസ്സിലാണ് പോകേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അത്ര എന്താ പറയണ്ടേ, ഒഫീഷ്യലി പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല, പോയ പരിചയമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത കേട്ട് പരിചയം വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. വനമൊക്കെ നോക്കി താഴോട്ട് എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട്. പോകുന്ന വഴിക്ക് ഒരു ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട് കേട്ടോ. അട്ടത്തോട് ഗിരിജ
ട്രൈബൽ കോളനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോളനിയൊക്കെ കാണാം. പിന്നെ ആൾക്കാർ അങ്ങോട്ടുള്ളതാണെന്ന് തോന്നുന്നു, സാധനങ്ങൾ കൊണ്ടൊക്കെ പോകുന്നത്, അല്ലാതെ നടന്നു പോകുന്നവരൊന്നുമില്ല, എല്ലാവരും വണ്ടിക്ക് പോകുന്നവർ തന്നെ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തോന്നും വഴിയിലൊന്നും ആരും ഇല്ലല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ഈ ഒന്നാം തീയതിയൊക്കെ ഇത്രയും തിരക്കുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ KSRTCയുടെ ബസ് ഒത്തിരി, KSRTCയുടെ ബസ് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ബസ്സൊന്നും പോകുന്നില്ലല്ലോ. KSRTCക്ക് മാത്രമേ ഈ റൂട്ട് കൂടെ പെർമിഷനും ഉള്ളൂ. ഇഷ്ടം പോലെ KSRTC ബസ് തെലങ്ങും വിലങ്ങും, പ്രത്യേകിച്ച് നിലയ്ക്കൽ തൊട്ട് അങ്ങോട്ട് KSRTC ഷട്ടിലടിക്കുന്നതും കാണാം കേട്ടോ. നല്ല രസം. എന്താ പറയുക, വണ്ടിയൊന്നും ഇല്ലാത്ത സമയം നോക്കി ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അല്ലാതെ ഇഷ്ടം പോലെ പ്രൈവറ്റ് കാറുകളും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ ഉണ്ട്. ഈവൻ ഓട്ടോയ്ക്ക് പോലും പോകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് ഇതുപോലെ ബസ്സുകളും KSRTC ഒക്കെ വരും. പിന്നെ നല്ല വളവും പുളവും ഉള്ള റോഡാണ്, സൂക്ഷിച്ച് പോകണം, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ശബരിമലയ്ക്ക് പോകുന്ന റോഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയാണ്. മറ്റുള്ള വനം പോലെ വൃത്തികേടൊന്നും ആക്കി ഇട്ടിട്ടില്ല. പിന്നെ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ, അതുപോലെ മീൻസ് മനുഷ്യർ പോകുന്നൊരു റൂട്ടല്ലല്ലോ ഇത്, ഒരു പുണ്യഭൂമിയിലേക്ക് പോകുന്ന റൂട്ടായതുകൊണ്ട് ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്നവർ മാത്രം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വൃത്തികേടൊന്നും ആക്കിയിട്ടിട്ടില്ല. റോഡ് നല്ല, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടും അല്ല വേസ്റ്റ് ഒന്നും വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുള്ള റോഡ് രണ്ട് സൈഡിൽ കൂടെ. ഇന്നാളൊക്കെ പോയപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, പന്നിയും അങ്ങനത്തെ എന്താ പറയേണ്ടത് അമ്മാതിരി സാധനങ്ങളൊക്കെ വഴിക്കൂടെ, കാട്ടുപന്നി അങ്ങനത്തെ ജീവികളൊക്കെ വഴി കൂടെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നാൾ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ആനേനെ അങ്ങനത്തെ ഒന്നും കണ്ടില്ല, കുഞ്ഞു കുഞ്ഞു കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ടു. ഈ പ്രാവശ്യം ഒരു കാട്ടുമൃഗങ്ങളെയും പോലും കണ്ടേയില്ല, ആകെ കുരങ്ങനെ മാത്രമേ കണ്ടുള്ളൂ, വണ്ടിക്കകത്തും വണ്ടിക്ക് പുറത്തും. പക്ഷേ അപ്പം ഞാൻ ഓർത്ത് പോകുന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ വിചാരിക്കുമല്ലോ, അയ്യോ അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോകാമോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയ്ക്ക് പോകുന്ന റൂട്ടാന്നേ ഉള്ളൂ ഇത്, ഈ വഴി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പമ്പ വരെയൊക്കെ പെണ്ണുങ്ങൾക്ക് പോകാം. കാരണം ഞാൻ അവിടെ ഒത്തിരി ലേഡി പോലീസ് ഓഫീസേഴ്സിനെയും KSRTC സ്റ്റാഫിനെയും അതല്ലാതെ അവിടെ കച്ചവടം നടത്തുന്ന സ്ത്രീകളെയൊക്കെ കണ്ടു കേട്ടോ. ഞാൻ മാത്രമൊന്നും അല്ല. അതുകൊണ്ട് അതല്ലേലും അല്ലേ തന്നെ നമ്മളെ നിരക്കി വെച്ചല്ലേ, ഞാൻ പറഞ്ഞില്ലേ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വെച്ച് അങ്ങനെയാണ് നമ്മളെ പൊക്കിയേനെയും പിടിച്ചേനെയും. പമ്പ വരെ പോവാം, അവിടുന്ന് അങ്ങോട്ടേ ഉള്ളൂ പോകത്തില്ലാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. അതല്ലേ ചിലപ്പോൾ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ എന്തിനാ ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോയെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇതിന് മുമ്പും പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് പോയപ്പോൾ പമ്പ പോലും ആരും ഇല്ലായിരുന്നു കേട്ടോ. ആ വലിയൊരു പ്രളയം നടന്നില്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഭയങ്കര പ്രളയം കഴിഞ്ഞ പിന്നെ അന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്, നമ്മുടെ ആ പമ്പയുടെ അവിടെയൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, ഞാൻ ഓർത്തത് ഈ സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ പൊക്കത്തിലില്ല, നമ്മുടെ ആ മുട്ടിൻ്റെ ഒക്കെ അത്രയും പൊക്കത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചേക്കുന്നത്, ബൾബൊക്കെ ആൾക്കാർക്ക് ഊരിക്കൊണ്ട് പോകത്തില്ലേ, അങ്ങനെ ഇങ്ങനെ ഒന്നല്ല. ആ പ്രളയം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ആണ് മനസ്സിലായത്, പ്രളയം വന്ന് ആ മറ്റേ പുഴയെന്നും ഡാമിൽ നിന്നൊക്കെയുള്ള മണ്ണില്ലേ, മണ്ണെല്ലാം വന്ന് അവിടെ മൊത്തം അടിഞ്ഞു തന്നു കേട്ടോ. അത്രയും മണ്ണ് വന്ന് മൂടിയായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇനി മണ്ടലോട്ട് പോകേണ്ടത്, മലയ്ക്ക്. ഇതാണ് പമ്പ, അവിടെ അയ്യപ്പൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടം തൊട്ടാണ് നമുക്കിനി അങ്ങോട്ട് പോകത്തില്ല. ഇനി ഇവിടുന്ന് ഒരു നദി പോലെ ഉണ്ട് കേട്ടോ, ഒരു ആറിന് അങ്ങോട്ട് പിന്നെ പാലം, അവിടെ നിന്ന് പിന്നെ മണ്ടലോട്ട് മല തുടങ്ങുവാണ്. ഇവിടം വരെ നമ്മൾ പോയുള്ളൂ. ഇവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ചു പോരുവാണ്, കാരണം ഇവിടം വരെ എനിക്ക് പോകത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് മണ്ടലോട്ട് പോകത്തില്ല. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ലേഡി പോലീസ് ഓഫീസേഴ്സും KSRTC സ്റ്റാഫും കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതെന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ 1-ാം തീയതി മല തുറക്കുന്നതുകൊണ്ടുള്ള തിരക്കായിരിക്കണം. ഇത് കണ്ടോ, ഇത് പമ്പാ നദിയൊന്നും അല്ലെന്ന് തോന്നുന്നല്ലേ, ഇതൊരു വേറൊരു കുഞ്ഞാറാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇച്ചിരി മാറിയാണ് ത്രിവേണി സംഗമമൊക്കെ ഉള്ളത്. അതിൻ്റെ അപ്പുറം തൊട്ടാന്ന് തോന്നുന്നു കയറത്തില്ലാത്ത കേട്ടോ. ഇന്നാൾ പോയപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറം തൊട്ടാന്ന് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പിന്നെ നല്ല തിരക്കായതുകൊണ്ട് അവിടം വരെയൊന്നും പോയില്ല. ഇവിടുന്ന് നേരെ തിരിഞ്ഞ് U-ടേൺ എടുത്തു. ഇതാണ് പമ്പയിലെ KSRTC ബസ് സ്റ്റാൻഡ്. ഭയങ്കര തിരക്കാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ KSRTCക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പെർമിഷൻ. ബാക്കി എനിക്കൊന്ന് സീസൺ സമയമാകുമ്പോൾ ശരിക്കും മല സീസണിൽ പ്രൈവറ്റ് വണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടുന്ന കാണില്ല, കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലേ. അപ്പോൾ KSRTC ആയിരിക്കും ഒരു പക്ഷേ ഷട്ടിൽ നടത്തുന്നത്. നോക്കി വനമൊക്കെ നോക്കി എന്താ രസം എന്നല്ലേ. ശരിക്കും ഞാനിതിൻ്റെ വോയിസ് ഒക്കെ നോക്കട്ടെ, എവിടെയെങ്കിലും കേൾപ്പിക്കാമെന്ന്. ഇങ്ങനെ ചീവീട് കാറുന്ന ഒച്ചയും ഭയങ്കര മഴയും നല്ല വളവും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ചിന്തിച്ചത് ശരിക്കും മല സീസൺ ആകുമ്പോഴേ എത്ര മണിക്കൂർ എടുത്തിട്ടായിരിക്കും വണ്ടികൾ മണ്ടലോട്ട് കയറുന്നല്ലേ. നിലയ്ക്ക വരെയാണെങ്കിലും നിലയ്ക്കെന്ന് മണ്ടലോട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാന്ന് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ട് കാണുകയല്ലേ. എനിക്ക് ശരിക്കും നിലയ്ക്കലെ ചെക്ക് പോസ്റ്റ് ഒന്ന് കാണണം. ചെക്ക് പോസ്റ്റ് അല്ല, സോറി, അവിടുത്തെ പാർക്കിംഗ് ഒന്ന്
ഒന്ന് കാണുന്നുണ്ടായിരുന്നു. വനത്തിലെ വലിയൊരു പാർക്കിംഗ്, എന്തോരം വലിയ പാർക്കിംഗ് ആയിരിക്കും, എത്ര ഏക്കർ ഉണ്ടാവുമല്ലേ ഇത്രയും വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യണേൽ. എന്നാണേലും ഭയങ്കരം കേട്ടോ. എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങ് മണ്ടേ വരയിൽ മല കയറണമെന്ന്. പ്രായമാകുമ്പം ദൈവം അനുഗ്രഹിച്ചാൽ കയറാമല്ലേ. നമ്മുടെ എത്ര പീരിയഡ്സൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ കയറാൻ. അന്ന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, അന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാം. നമുക്ക് മാല ഇടാതെ ഒരു എനിക്കൊന്ന് എന്താ പറയുക, ഒരു സൈഡിൽ കൂടെ കയറി പോകാമെന്നാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. എനിക്കതുവരെ ഇപ്പോൾ പോയപ്പോൾ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ തോന്നി. ഇപ്പം നമുക്ക് പോകത്തില്ലാത്തതുകൊണ്ട് ആഗ്രഹമൊക്കെ മടക്കി മനസ്സ് വെച്ചിട്ട് തിരിച്ചു പോന്നു. പക്ഷേ പോരുന്ന വഴിക്ക് ഒത്തിരി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക ഭംഗി ഈ റൂട്ട്. ഞാൻ പല റൂട്ടിൽ കൂടെ ഇങ്ങനെ വനത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഭംഗിയുള്ള ഒരു വനം അതാണ് ശബരിമല വനം. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞത് കണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ആ വെള്ളച്ചാട്ടത്തിനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കരുത്. പക്ഷേ ചിലരൊക്കെ കുളിക്കുന്നത് കണ്ടു. കാരണം അങ്ങനെ കുളിച്ചാൽ എന്താ പറയുക, ഏരിയൊക്കെ വൃത്തികേടാക്കിയിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു കുളിക്കരുതെന്നൊക്കെ ബോർഡൊക്കെ ഉണ്ട്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. നല്ല മഞ്ഞുണ്ട്, നല്ല കോടയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഇരുട്ടാവുന്നൊരു ഒരു അന്തരീക്ഷം അല്ലേ. പക്ഷേ കാട് അത്ര വലിയ കാടായതുകൊണ്ടും മഴക്കാറുള്ളതുകൊണ്ടും ഒക്കെയാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രിയായ ഒരു ഫീലിങ്സ്. അതാ ഞാൻ പറഞ്ഞ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എന്താ പറയുക, എഴുതി വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടം എന്നല്ല, ആന ക്രോസ് ചെയ്യുന്ന ആനത്താരെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു റൂട്ടിൽ കൂടെ ആന ക്രോസ് ചെയ്യുന്നതെന്നും വണ്ടി നിർത്തരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒത്തിരി ആൾക്കാരെ വണ്ടി നിർത്തി കുളിക്കുന്നതൊക്കെ കാണാം. എനിക്കൊന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രം എഴുതിയോണ്ടാന്ന് തോന്നുന്നു. മനസ്സിലാത്തവരായിരിക്കും ഒരു പക്ഷേ. മലയാളികളൊന്നുമല്ല, അല്ലാത്ത ആൾക്കാരൊക്കെയാണ് അവിടെ കുളിക്കുന്നത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന ഒരു കാട് പോലെ അല്ലേ, അത്ര മനോഹരമായ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാട്. ശരിക്കും ഈ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന കഥകളൊക്കെ കേട്ടതിനകത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോ ചേച്ചി നമ്മുടെ ആൻ്റിലൊക്കെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ഒരു സാവിത്രി ചേച്ചിയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് ഇങ്ങനെ കഥ പറയായിരുന്നു. അവരുടെ അപ്പൂപ്പന്മാരൊക്കെ മലയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ അവർ പോകുന്ന വഴിക്ക് ഇങ്ങനെ വഴി കൂടെ നടന്നല്ലേ, അല്ല കാട്ടിൽ കൂടെ നടന്നല്ലേ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ പെരുമ്പാമ്പിനെ കണ്ടെന്നും പുലീനെ കണ്ടെന്നും ഒക്കെ പറയുന്നതൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ കഥകളിലുണ്ട് കേട്ടോ, മനസ്സിലുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഞാൻ പറഞ്ഞില്ല, അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം കുളിക്കരുതെന്ന്. പക്ഷേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മളും വണ്ടി നിർത്തി വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ചാടിയതാണേ. നമ്മൾ പക്ഷേ കുളിക്കാൻ ചാടിയതൊന്നുമല്ല. പക്ഷേ വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പ് പോയെന്ന്. അങ്ങനെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ അന്ന് പപ്പയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. എൻ്റെ ഒരു തോർത്തുണ്ട്, പപ്പയുടെ തോർത്തും കണ്ടപ്പോൾ ഞാനിങ്ങനെ തോളയിലിട്ടിട്ട്, ജേഡു തീരെ കുഞ്ഞാണ്. അപ്പോൾ ഈ ജേഡുവിനെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ വെള്ളം നനഞ്ഞ് കുളിച്ചിട്ട് ജേഡുവിനെ ഇങ്ങനെ തോർത്താൻ വേണ്ടിയിട്ട് തോർത്തെടുത്തപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ കഴുത്തിലെ മാല പൊട്ടിയിട്ട്. പക്ഷേ മാല പോയില്ല, അകത്ത് കിടന്ന് കുരിശും ഒരു പെൻഡൻറ്റും കൂടെ കാണാതെ പോയി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ആ പെൻഡൻറ്റും കുരിശും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്ന ശീലം അന്നും ഉള്ളതുകൊണ്ട് നോക്കിയപ്പം അങ്ങനെ ഈ വനത്തിൽ കൂടെ പോയപ്പോൾ ഉണ്ടായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ പ്ലേസ് വെച്ച് കുളിക്കാൻ കൊച്ചിനെ കൊണ്ട് നിർത്തിയെടുത്ത് വെച്ചാണ് പോയത്. അപ്പം മമ്മിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നീയൊക്കെ പൊക്കോ മലയ്ക്കൊക്കെ നീ എന്നോട് ആരാ പോകാൻ പറഞ്ഞ്, അത് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലമല്ലേ, അതല്ലേ ഇതല്ലേ എങ്ങനെ എന്താ കുന്തളിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞ് മമ്മി ചുമ്മാ അല്ല, അതുകൊണ്ട് നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നത് നിൻ്റെ സ്വർണ്ണക്കുരിശ് പോയെ, പെൻഡൻറ്റ് പോയെന്നൊക്കെ പറഞ്ഞ് മമ്മി കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചതൊക്കെ ഞാൻ ഓർത്ത് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം വെള്ളച്ചാട്ടം ഞാൻ കണ്ടപ്പോൾ കുളിച്ചൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുളിക്കാനായിട്ട് കൊച്ചിൻ്റെ തലയിൽ നിന്ന് നനയ്ക്കാനോ ദേഹം നനയ്ക്കാനോ ഒക്കെ ഉണ്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ കണ്ടോ, അവർ നല്ല വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കുന്നേ. അവിടെ കുളിക്കാമെന്ന് എഴുതി വെച്ചിട്ട് ആൾക്കാർ കുളിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരി സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയെ വന്നവരാ. ആ വണ്ടി കണ്ടോ, ആ വണ്ടി അത് അവരാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് കുളിച്ചതൊക്കെ. നമ്മൾ പിന്നെ വണ്ടി കുറേ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ വണ്ടി, കാരണം അതൊരു വളമായിരുന്നു. ഞാൻ പിന്നെന്താ മുമ്പേ കഥ പറഞ്ഞു. അങ്ങനെ കുളിക്കുന്ന കാര്യം അല്ല, മാല പോയ കാര്യം, മാലയല്ല പെൻഡൻറ്റ് പോയ കാര്യം മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. കാരണം മമ്മിയോട് പറയാതെ നമ്മൾ ഈ റൂട്ടിൽ അന്നും നമ്മളിങ്ങനെ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ അങ്ങ് പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മളിവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ശബരിമലയ്ക്ക് പോകാനായിട്ട്. ഈ പ്രാവശ്യം മമ്മിയോട് ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ ആണെന്നൊന്നും പറഞ്ഞില്ല. പോന്നാൽ കിടന്ന് മമ്മി ബഹളം വെക്കും. തിരിച്ച് ചെന്നപ്പോഴാണ് മമ്മി അറിഞ്ഞത് ഈ റൂട്ടിൽ കൂടെ പോയെന്നൊക്കെ. മമ്മിയുടെ വിചാരം ഇവിടം തൊട്ടേ എനിക്കൊന്ന് സ്ത്രീക്ക് കയറത്തില്ലെന്നൊക്കെ ആയിരിക്കാം മമ്മി വിചാരിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് മമ്മി അങ്ങനെ കിടന്ന് ബഹളം വെച്ചതും വഴക്കുണ്ടാക്കിയതും ഒക്കെ. പിന്നെ എന്താണ് അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എറിച്ചിലൊക്കെ അടിച്ച് ദേഹം എല്ലാം നനഞ്ഞു. ജസ്റ്റിൻ കൊച്ചു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നനഞ്ഞു.
എന്നാലും പക്ഷേ വെള്ളമൊക്കെ ചാടുന്ന കണ്ടപ്പം എന്താ പറയുന്നത്, നമ്മൾ ചാടിപ്പോകില്ലോ. അങ്ങനെ അവർ തല തൊട്ട് ദേഹം മൊത്തം നനഞ്ഞ്, വേറെ ഡ്രസ്സൊന്നും ഇല്ല, നല്ല കൊച്ചിനെങ്കിലും വണ്ടിയിൽ നിന്ന് മാറാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇതുവഴി ഈ വനത്തിൽ കൂടെ ഇങ്ങനെ ശബരിമല വനത്തിൽ കൂടെ പോകുമെന്ന് വിചാരിച്ചൊന്നും ഇറങ്ങിയതല്ലാത്തത് കൊണ്ട് കൊച്ചിനും പേർ ഡ്രസ്സൊന്നും എടുത്തില്ല. നമ്മൾ മുക്കൂട്ടുതറ അവിടെ അടുത്ത് ഒരിടത്ത് വരെ പോയപ്പോൾ ചുമ്മാ പിന്നെ അങ്ങനെ ആ വഴി കൂടെ അങ്ങ് പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് നേരം പടമൊക്കെ എടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എന്താ പറയുന്നത്, ഒരു നല്ല രസമായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന നോക്കിയൊക്കെ ഒത്തിരി ഇടത്തുണ്ട്, പക്ഷേ മിക്കിടത്തും ഈ വളവും കാര്യങ്ങളും പ്രശ്നവും പിന്നെ ആളും ബഹളവും. ഇവിടെ ഇച്ചിരി സത്യം പറഞ്ഞാൽ ആൾക്കാരെ കൂടെ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഇച്ചിരി ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മൃഗങ്ങളൊന്നും ഇറങ്ങാത്തത്. അതല്ലെങ്കിൽ ഈ റോഡിൽ കൂടെ ഇല്ലെങ്കിലും മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. ഞാൻ പറഞ്ഞില്ലേ, വനത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാമെന്ന് കേട്ടോ. ഇതുപോലെ മുഴുവൻ ചീവീടിൻ്റെയും അങ്ങനത്തെ എന്താ പറയുക വനത്തിൽ കൂടെ പോകുമ്പോഴത്തെ ഒച്ച കേട്ടോ, ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുന്നത് ഒരു ഫീലിങ്സ്. ഞാൻ പറഞ്ഞ പോലെ പിന്നെയും പിന്നെ ഇതുണ്ടോ എന്തോരം വെള്ളച്ചാട്ടം വന്ന്. എനിക്കൊന്ന് മഴക്കാലം കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും വെള്ളച്ചാട്ടം. അതല്ല പിന്നെ ഇത്രയും വെള്ളച്ചാട്ടം ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ബാലരമയിലും അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ സ്റ്റോറി ബുക്സിലൊക്കെ വായിച്ച കൂട്ടൊരു കാട്. ഞാൻ പറഞ്ഞ പോലെ സീസൺ ആയതുകൊണ്ടായിരിക്കാം വന്യമൃഗങ്ങളൊന്നും കാണാത്ത. അതല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ അവിടെ പോയിട്ടുള്ള നമ്മുടെ അവിടെയുള്ള ജോലിക്കാരൊക്കെ ഇങ്ങനെ കഥ പറയുമ്പോൾ അവരുടെ അച്ഛനും അവരുടെ വല്യച്ഛനും ഒക്കെ പോകുമ്പോൾ വനത്തിലിങ്ങനെ എന്താ പറയുക വനത്തിൽ കൂടെ ആണല്ലോ അവർ നടന്നു പോകുന്നത്. അപ്പം ചോറും ഒക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ് പല ദിവസങ്ങളായിട്ട് പോകുന്നത്. ആ കഥയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേട്ട നമ്മൾ കഥകളിൽ മാത്രം മനസ്സിലാക്കിയ ഒരു വനം. ഇന്നാൾ പോയപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്നാളെ എനിക്കൊന്ന് ഇതിനേക്കാളും ഭംഗിയായിട്ട് തോന്നി. കാരണം അന്ന് ഒരാൾക്കാരും ഇല്ലായിരുന്നു. ആ വലിയ 2018 പ്രളയം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ഒരു പ്രാവശ്യം പോയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയർ. ഈ പ്രാവശ്യം മഴയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ മഴ കാരണം എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു കുന്തവും കാണാൻ പറ്റത്തില്ല. മഴ പെയ്താൽ ഗ്ലാസ്സിൽ മൊത്തം വെള്ളം, ഗ്ലാസ് താക്കാനും പറ്റത്തില്ല. പിന്നെ അങ്ങനെ എന്താ പറയുന്നത്, ശബരിമല വനമൊക്കെ കഴിഞ്ഞു. ഈ വനം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ എന്താണ് പറയുന്നത്, ബസ് റൂട്ടൊക്കെ കണ്ടില്ലേ, ശബരിമല വനത്തിൽ കൂടെ ഒന്നും ബസ്സില്ല, പ്രൈവറ്റ് ബസ്. ഇപ്പോൾ ഹരിശ്രീ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ശബരിമല വനമൊക്കെ ഇറങ്ങി കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ശബരിമല വനം കണ്ടില്ലേ. കാണാത്തവർ കണ്ടോ എൻ്റെ വീഡിയോയിൽ കൂടെ. അല്ലാത്തവർ പോയിട്ടുള്ളവർ ആണുങ്ങളൊക്കെ പോയിട്ടുണ്ട്. അല്ലാത്തവർക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ വേണേൽ കണ്ടു. ഈ വനം ഏതാണെന്ന് വെച്ചാൽ വനമൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ എരുമേലിയിൽ നിന്നും നമ്മുടെ പ്ലാച്ചേരിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഈ വനത്തിൽ കൂടെ കൊണ്ട് പ്രൈവറ്റ് ബസ്സും ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ മല സീസൺ തുടങ്ങിയ ഈ റോഡ് മുഴുവൻ അയ്യപ്പന്മാരുടെ വണ്ടിയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഈ വനം ഞാൻ ഇന്നാളും കാണിച്ചിട്ടുണ്ട്. മുഴുവൻ വേസ്റ്റ് ഈ വനത്തിൽ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഈ വനം കണ്ടപ്പം. ഭയങ്കര വേസ്റ്റ് മൊത്തം കൊണ്ട് തള്ളിയേക്കുക രണ്ട് സൈഡിൽ കൂടെ വനത്തിൻ്റെ. പക്ഷേ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഘോര വനമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രിയായ പോലെ രാത്രിയൊന്നും ആയില്ല. നല്ല മഴക്കാറും മഴയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് വേറെ എന്തോ പറയാൻ വന്നത്, ഞാൻ മറന്നും പോയി വനം കണ്ടപ്പോൾ. പറയാൻ വന്നത്, ഈ വനത്തിൻ്റെ ഒരു സൈഡ് മുഴുവൻ വനം, രണ്ട് സൈഡും വനമാണ്. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പം നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ്, നമ്മുടെ നിയുക്ത വിമാനത്താവളം വരുന്ന ഈ വനം കഴിഞ്ഞിട്ട് അങ്ങോട്ടാട്ടോ ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. വനവും എസ്റ്റേറ്റും മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ കൂടെ അങ്ങ് പ്ലാച്ചേരി വരെ. നല്ല രസമാട്ടോ. നിങ്ങൾ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലാത്തവരും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോകാൻ പറ്റിയ വനമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ റൂട്ടാണ് ഈ റൂട്ടിൽ കൂടെ. നല്ല ഭംഗിയാണ് പോകാനായിട്ട്, നല്ല വനമാണ്. ഇവിടെ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാം. കാരണം ഇവിടെ മൃഗങ്ങളില്ലാത്ത ഒരു വനമാണ് നമ്മുടെ പൊന്തമ്പുഴ വനം എന്ന് പറയുന്നത്. ഈ ഒരു വനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മൃഗങ്ങളില്ല എന്നുള്ളത്. അതിൻ്റെ തന്നെ ഭാഗം ഇതും. പിന്നെ ഈ വനം പിന്നെ അങ്ങ് മണ്ടലോട്ട് പൊന്തമ്പുഴയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുവാണ്. ഈ വനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഫോറസ്റ്റാണ് നമ്മുടെ പൊന്തമ്പുഴ ഫോറസ്റ്റ്, എൻ്റെ പ്രിയപ്പെട്ട ഫോറസ്റ്റ്. എല്ലാ പ്രാവശ്യവും ഞാൻ പോകുന്ന ഫോറസ്റ്റ്. ഇവിടം കൊണ്ട് നമ്മൾ കോട്ടയം ജില്ല കയറി പത്തനംതിട്ട ആ സൈഡിൽ നിന്ന് വരുമ്പം കോട്ടയം ജില്ല ഇവിടം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടം കൊണ്ടാണ് അങ്ങോട്ട് പോകണേ കോട്ടയം ജില്ല തീരുന്നത്. അങ്ങനെ നമ്മൾ കോട്ടയം ജില്ലയിൽ കയറി. ഞാനിങ്ങനെ ഈ വനത്തിൽ മൃഗങ്ങളില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നതിനോട് തിരുത്തി. മൃഗങ്ങളുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് വന്യമൃഗങ്ങളില്ലാത്ത ഒരു വനമാണ് നമ്മുടെ പൊന്തമ്പുഴ ഈ വനം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മുടെ ഫീൽഡിലോട്ട് അധികം ദൂരമൊന്നുമില്ല, കൂടിപ്പോൾ ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാവേ.